എല്ലാവരും പാട്ടിന്റെ താളത്തിൽ ലയിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ അടുത്തത് വിവിധ ഇന പാചക ടിപ്സുകളുമായി നമ്മുടെ ആത്മീക അടുക്കളയെ പരിപോഷിപ്പിക്കാനായി CM മെമ്പേഴ്സ് ഇതാ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. ഈ സ്പിരിച്വൽ ടേസ്റ്റ് ആസ്വദിച്ചാലും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇതൊരു യാത്രയാകുന്നു. ചില ആത്മീയ ആഹാരങ്ങൾ തേടി, ചില ആത്മീയ രുചികൾ തേടി ഞങ്ങൾ നടത്തുന്ന ഒരു യാത്രയാണിത്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്റർ അകലെയുള്ള തിരുവറ വില്ലേജിലെ പഴയട അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. ഇവിടുത്തെ ആത്മീയ ആഹാരം രുചിച്ചു നോക്കിയവർ പറയുന്നത് സകലവിധ ഒറ്റമൂലികൾക്കും ഫലപ്രദമായ ഒന്നാണെന്നാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് ദേവദാസനും ഇതിൽ ചുമൽ കൊടുക്കുന്ന പ്രിയ മക്കൾക്കുമാണ്. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇന്ന് വളരെയധികം ആത്മീയ താലന്തുകൾ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ലേഡി ഷെഫിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഷെഫ് വളരെ ബിസിയാണെന്ന് തോന്നുന്നല്ലോ. ഹലോ റീന, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു താരാ. പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? പിന്നെന്താ, തീർച്ചയായും. എൻ്റെ പേര് റീന. ഞാൻ ഈ സഭയിലെ ആദ്യകാല വിശ്വാസികളിൽ ഒരാളാണ് കേട്ടോ. പിന്നെ താര പറഞ്ഞതുപോലെ ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല. എങ്കിലും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മന്ന ഹെൽത്ത് പുഡിംഗ്. അതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ പുഡിങ്ങിൻ്റെ മിക്സ് നമുക്ക് എല്ലാ കടകളിലും സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് കേട്ടോ. പക്ഷേ അതൊന്നും പോയി വാങ്ങി നിങ്ങൾ അബദ്ധം കാണിക്കരുത്. അത് വാങ്ങി കഴിച്ചാൽ പിന്നെ റീന പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഫേമസ്. അവിടെ കുട്ടികളുടെ സെക്ഷനിൽ പോയാൽ മന്ന ഹെൽത്ത് പുഡിംഗ് മിക്സും 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല അല്ലേ? ഇല്ല, രോഗം വന്നാൽ പിന്നെ ഇത് ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകുകയുമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഈ മന്ന ഹെൽത്ത് പുഡിംഗ് എന്ന് പറയുന്നത് തണുത്ത ആഹാരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുള്ള, കുറച്ച് ദേഷ്യമുള്ള അച്ഛന്മാർക്കും ആൻറ്റിമാർക്കും സഹോദരിമാർക്കും ഒക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ് കേട്ടോ. റീന അപ്പോൾ വീട്ടിൽ ചെയ്യാറുണ്ടോ? കുറച്ചൊക്കെ വല്ലപ്പോഴും. പിന്നെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഈ മന്ന ഹെൽത്ത് പുഡിങ്ങിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒറ്റമൂലിയാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും പ്രായഭേദമന്യേ ഇത് കഴിക്കാവുന്നതാണ്. ഇന്ന് മന്ന ഹെൽത്ത് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായത് വചനം എന്ന മായമില്ലാത്ത പാലാണ്. ഇത് നമ്മുടെ മിൽമ കടയിലും മറ്റു ഷോപ്പുകളൊന്നും ലഭിക്കുന്ന പാലല്ല കേട്ടോ. ഇത് നമ്മുടെ പത്രോസ് അച്ചാൻ്റെ കടയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ അവിടെ തന്നെ മേടിക്കണം. ഇത് മറ്റേതെങ്കിലും പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞു പോകും കേട്ടോ താരാ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ലാക്റ്റിജൻ പ്രശ്നമില്ല അല്ലേ? ഇല്ല, അതൊന്നും പറ്റൂല. വചനം എന്ന മായമില്ലാത്ത പാൽ തന്നെ വേണം നമ്മൾക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് തേനാണ്. ഈ തേനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഷുഗർ എന്ന അസുഖമുള്ളത് കൊണ്ട് പഞ്ചസാര ഉപയോഗിക്കാതെ തേൻ തന്നെ വേണം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. ഇത് എവിടെ കിട്ടും? വല്ല സ്പെഷ്യൽ കടകളിലും കിട്ടുമോ? ഇതും നമ്മുടെ ആസാഫ് ചേട്ടൻ്റെ കടയിൽ നിന്ന് കിട്ടും. ഓക്കെ, സങ്കീർത്തന 119 മെഗാ സ്റ്റോറിൽ നിന്ന് കിട്ടും. തേനിൻ്റെ കൂടെ വേറെ എന്തൊക്കെ കിട്ടും? ഗോതമ്പ് കിട്ടും. മേൽത്തരമായ ഗോതമ്പ്. നമുക്കിവിടെ ഗോതമ്പ് ആയിട്ട് തന്നെ മേടിച്ചു കൊണ്ടുവന്നാൽ നമുക്കിവിടെ പൊടിച്ചെടുക്കാനുള്ള സൗകര്യവും ഉണ്ട്. തേനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. 66 കടകളിലും തേന് കിട്ടും. പക്ഷേ ജഡ്ജസിൻ്റെ കടയിൽ ഒരു തേനിരിപ്പുണ്ട്. അത് ശിംശോൻ എന്ന വ്യക്തിയുമായി റിലേറ്റഡ് ആണ്. ദൈവം ശിംശോനോട് കൽപ്പിച്ചിട്ടുണ്ട്, നീ അശുദ്ധമായ യാതൊന്നും തുടരുതെന്നും. ഒരു ദിവസം നടന്നു പോയപ്പോൾ ഒരു സിംഹത്തെ കണ്ടു. സിംഹത്തെ തല്ലിക്കൊന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അപ്പൻ അമ്മയും കൂടെ പോയപ്പോൾ ഈ സിംഹത്തെ ഓർമ്മ വന്നു. അതിൻ്റെ ഉടലിൻ്റെ അകത്ത് ഒരു തേനിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ ശിംശോൻ ഈ തേനെടുത്ത് കുടിക്കുകയും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ശിംശോൻ ദലീലയുടെ മടിയിൽ ചാടിക്കിടക്കുകയും ഫിലിസ്തീനോട് യുദ്ധം തോൽക്കുകയും ചെയ്തു. അശുദ്ധമായ തേൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ടോ അശുദ്ധമായ തേനാണോ നല്ല തേനാണോ ഉള്ളതെന്ന്? എന്നാൽ നമ്മൾ വിവേചിക്കറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതെ, റീന പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി നമുക്ക് മന്ന പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മിക്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് മിക്സ് ആണ്.
ഈ ഫ്രൂട്ട്സ് മിക്സ് എന്ന് പറയുന്നതേ നമ്മുടെ ഗരം മസാലയിൽ പൊടികളൊക്കെ ചേർക്കുന്നത് പോലെ ഫ്രൂട്ട്സുകൾ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ചേർന്നതാണ് ഈ ഫ്രൂട്ട്സ് മിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്രൂട്ട്സ് മിക്സിലെ ഇത് നമുക്ക് നമ്മുടെ ഗലാത്യൻ്റെ കടയിൽ 5-ാമത്തെ ഗേറ്റ് നമുക്ക് കിട്ടും. ഇതിനകത്ത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമാതയ, പരോപകരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിജ ഇതെല്ലാം ചേർക്കുന്നതല്ലേ? അതെ അതെ, അത്തരത്തിലുള്ള 9 ഫലങ്ങളാണ് നാം ഈ ഫ്രൂട്ട്സ് മിക്സിന് ഇത് ചേർക്കുന്നത്. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേർക്കാൻ 2 കൂട്ടുകളുണ്ട് കേട്ടോ. അത് പ്രാർത്ഥനയും ഉപവാസവും എന്ന മേപ്പടിയാണ് കേട്ടോ. ഈ പ്രാർത്ഥന ഉപവാസം എന്ന മേപ്പടി ഭയങ്കര വലിയ സംഭവം. അതെ അതെ, അത് വളരെ ശരിയാണ്. ഈ പ്രാർത്ഥന ഉപവാസം എന്ന് ഓർക്കുമ്പോൾ ഞാൻ 2 വ്യക്തികളെ ഓർക്കും. ഒന്ന് ദാവീദ്, ദാനിയേൽ. ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷൻ, ദാനിയേൽ പ്രാർത്ഥന വീരൻ. ദാവീദ് ഒരു ദിവസം കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബെർശേബയെ നോക്കിപ്പോയി. എന്നാൽ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തെ നോക്കി. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് കിളിവാതിൽ തുറക്കുന്നത് എവിടേക്കാണ്? ഫേസ്ബുക്കിലും ട്വിറ്ററിലോട്ടോ ആണല്ലേ? അതെ അതെ, അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് താര. പിന്നെ നമ്മുടെ ഈ പ്രാർത്ഥന ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ 66 പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് കേട്ടോ. കൂടാതെ നമ്മുടെ മത്തായി ഉപദേശിയുടെ കടയിൽ നിന്ന് വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന ഉപദേശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് വേണ്ടി 2 അത്യാവശ്യ ഘടകങ്ങളുണ്ട്. അതായത് 1-ാമത്തെ ഘടകം എന്ന് പറയുന്നത് H2 എന്ന ലിവിങ് H2 എന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് വെള്ളമല്ലേ? അതെ അതെ, ഇത് വെള്ളമാണ്. പക്ഷേ ഇത് വളരെ ചതിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പ്യൂരിഫൈഡ് വാട്ടർ, മിനറൽ വാട്ടർ, ഇങ്ങനെ ശുദ്ധമായ ഒത്തിരി ജലം കിട്ടുമല്ലേ? അതെ അതെ, നമുക്ക് ലിവിങ് H2 തന്നെ വേണം. ഇത് നമ്മുടെ തിമോത്തി ചേട്ടൻ്റെ കടയിൽ, നമ്മുടെ യോനാപ്പച്ചൻ്റെ കടയിൽ നിന്ന് നമുക്കിത് കിട്ടും കേട്ടോ. ഇത് വേറെ കടകളിൽ കിട്ടില്ലേ? ഇത് നമ്മുടെ കൊലോസി ചേട്ടൻ്റെ കടയിൽ. ഇനി വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം? ഇത്രയുമാണ് നമ്മുടെ മന്ന ഹെൽത്ത് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അത് പോയിട്ട് ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ താര. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതിലിനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്. നമ്മുടെ ഉപ്പാണ് കേട്ടോ ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഉപ്പ് വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഉപ്പെന്ന് പറയുന്നത്. അയ്യോ, ഉപ്പിൻ്റെ കാര്യം ഞാൻ ഓർത്തപ്പോൾ ഉപ്പ് കൂടിയാൽ അച്ഛന് പ്രശ്നം, ഉപ്പ് കുറഞ്ഞാൽ അച്ഛന് പ്രശ്നം. ഇതൊക്കെ ഒരു പ്രശ്നമല്ലേ? അതെ അതെ, വഴക്ക് കുറയ്ക്കാനായിട്ട് ഉപ്പ് വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണം. ഉപ്പ് കൂടിയതിനാലേ ഹോസ്പിറ്റൽ വരെ ആയ കേസുകൾ എനിക്കറിയാം. അതുകൊണ്ട് കൃത്യമായ അളവിൽ നമ്മൾ ഉപ്പ് ഉപയോഗിക്കണം. പിന്നെ ഇത് നമ്മുടെ മത്തായി ഉപദേശി ചേട്ടൻ്റെ കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വേറെ ഏതൊക്കെ കടകൾ ഇതിനെ ഉണ്ട്? അത് നമ്മുടെ കൊലോസിൻ ചേട്ടൻ്റെ കടയിൽ നിന്ന്. ഇനി വേറെ എന്തൊക്കെ കൂടി ഇതിനോട് ഇൻഗ്രീഡിയൻസ് ചേർക്കണം? ഇത്രയുമാണ് നമുക്ക് മന്ന ഹെൽത്ത് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് നമ്മൾ ഈ പാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പാത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് മാനപാത്രം അഥവാ എംറ്റി വെസൽ. ഈ പാത്രം നിറഞ്ഞു തുളുമ്പുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല, ഇത് നിറഞ്ഞു തുളുമ്പൊന്നുമില്ല. കാരണം ഇത് എംറ്റി വെസലല്ലേ. ഇത് നമുക്ക് നമ്മുടെ തിമോത്തി ചേട്ടൻ്റെ കടയിൽ നിന്ന് കിട്ടും. നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഇത് മേടിക്കണം. ഈ പാത്രത്തിൽ മാത്രമേ നമുക്ക് മന്ന ഹെൽത്ത് പുഡിംഗ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇനി നമുക്ക് ഇതിൽ തീ നമുക്ക് കത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഈ തീക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ താര. തീക്കും പ്രത്യേകതയുണ്ടോ? അതെ അതെ, ഈ തീയുടെ പേര് കൺസ്യൂമിങ് ഫയർ അഥവാ ദഹിപ്പിക്കുന്ന അഗ്നി എന്നാണ്. ഈ തീയിൽ കൂടെ ഈ പാത്രം കടന്നു പോകുമ്പോഴേ ഈ പാത്രം ശുദ്ധമാകുമെന്നതാണ് ഈ തീയുടെ പ്രത്യേകത. ഈ പാത്രത്തിന് കുറച്ച് ഉന്നത ഭാവ അഹങ്കാരം ഉണ്ടല്ലോ. തീയിൽ കൂടി കടന്നു പോകുമ്പോൾ ഉന്നത ഭാവ അഹങ്കാരം മാറുമല്ലേ? അതെ അതെ, ഈ തീയിൽ കൂടി കടന്നു പോകുമ്പോൾ ഉന്നത ഭാവവും അഹങ്കാരവും ഒക്കെ നമുക്ക് മാറി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് നമുക്ക് പാലാണ് ചേർക്കേണ്ടത്. ധാരാ ഈ പാല് നമ്മൾ കേട്ടതുപോലെ വചനം എന്ന മായമില്ലാത്ത പാലാണ്. ഇത് പാൽ ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. നിറഞ്ഞ് തുളുമ്പി കളയരുത്. തുളുമ്പി നമ്മൾ പുറത്ത് പോകാതെ, തീ കെട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കണം. ഈ തീ കെട്ടുപോകുന്നത് സൂക്ഷിക്കണമല്ലേ? അതെ അതെ, ഞായറാഴ്ച ഒരാളിക്കത്തൽ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരാളിക്കത്തൽ, കൺവെൻഷനിൽ ഒരാളിക്കത്തൽ, ഇടയ്ക്കിടയ്ക്ക് ഈ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണമല്ലേ താൻ? അതെ അതെ, തീ കെട്ടുപോകരുത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ തീ കൂട്ടുകയും തീ കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമുക്ക്. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ആവശ്യാനുസരണം നമുക്കിതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് തേനാണ് കേട്ടോ.
നമുക്ക് തേൻ കുറച്ച് ചേർക്കാം. നമ്മൾ എത്രത്തോളം തേൻ ചേർക്കുമോ അത്രത്തോളം സ്വാദായിരിക്കും നമ്മുടെ മന്ന ഹെൽത്ത് പുഡിംഗ് എന്ന് പറയുന്നത്. തിളയ്ക്കുന്നു, വേഗം ചേർക്ക്. അതെ അതെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് പ്രാർത്ഥന ഉപവാസവും നമുക്ക് നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിലൂടെ നമുക്ക് പ്രാർത്ഥന ഉപവാസവും ഒക്കെ ചേർക്കാമേ. ഈ പ്രാർത്ഥന ഉപവാസം ഇടയ്ക്കിടയ്ക്ക് ചേർക്കണം അല്ലേ? ഇല്ല, നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ഞാൻ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ താര. ഈ ഗോതമ്പ് പൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇത് 3 നേരം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല അല്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. നമുക്കിത് 3 നേരം കൊടുക്കാം. ഇച്ചിരി സ്നേഹം കൂടുതലുള്ള, ഇച്ചിരി ദേഷ്യമൊക്കെ കുറവുള്ള അച്ഛന്മാർക്കാണെങ്കിൽ നമുക്ക് കൂടുതൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദീർഘക്ഷമയായിരിക്കും നല്ലത്, സ്നേഹവും ക്രോധവും വരുമ്പോൾ അല്ലേ? അതെ, ഇച്ചിരി പിശുക്ക് കൂടുതൽ ആൾക്കാർക്കാണെങ്കിൽ പരോപകാരം കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അസൂയുള്ളവർക്കാണെങ്കിൽ സ്നേഹം, സന്തോഷം, സമാധാനം കൂടി ചേർക്കാം അല്ലേ? അതെ. പിന്നെ നമ്മുടെ മന്ന ഹെൽത്ത് പുഡിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ താര. ഇത് നമുക്ക് കുറച്ച് രുചിച്ച് നോക്കാം. താര ഒന്ന് രുചിച്ച് നോക്കുമോ? നല്ല ടേസ്റ്റ് ഉണ്ട്, സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ അച്ഛന്മാർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് മന്ന ഹെൽത്ത് പുഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ഉണ്ടാക്കണം കേട്ടോ. റീന പറഞ്ഞതുപോലെ നമ്മൾ വ്യാജമായ പലതിൻ്റെയും പുറകിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ വ്യാജമല്ലാത്തതായ ആത്മീയ ആഹാരം നമുക്കൊന്ന് രുചിച്ച് നോക്കാം, എല്ലാവരുടെ വീട്ടിലും ചെയ്തു നോക്കാം. സദൃശ്യവാക്യം 23:2 പറയുന്നു, നീ ഭോജന പ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് കത്തിവെച്ച് കൊള്ളുക. ഈ സ്പിരിച്വൽ പ്രോഗ്രാം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ നിസിനോടൊപ്പം മിസ്സിസ് താര, മിസ്സിസ് റീന.